നല്ല പുതിയ ഡ്രോയിങ് ബുക്ക് വാങ്ങിക്കുന്നത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ ആ പുതിയ ഡ്രോയിങ് ബുക്ക് വാങ്ങിച്ച് മാസങ്ങളോളം അതിൽ ഒരു ചിത്രം പോലും വരയ്ക്കാതെ അത് സൂക്ഷിച്ച് എടുത്തു വെച്ചിട്ടുണ്ടാവും. ഈ ഒരു ശീലം നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ എൻ്റെ പോലെ തന്നെ ഒരുപാട് പൈസ നിങ്ങൾ ഉപയോഗിക്കാത്ത ഡ്രോയിങ് ബുക്കിലും നിങ്ങൾ ഉപയോഗിക്കാത്ത ഡ്രോയിങ് ടൂൾസിലും നിങ്ങൾ വേസ്റ്റ് ആക്കും. ഇത് ഞാനിങ്ങനെ സോൾവ് ചെയ്തെന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഡ്രോയിങ് ബുക്കുകളും നമ്മൾ വാങ്ങിക്കുന്ന ഡ്രോയിങ് ടൂൾസും എല്ലാം ഒരു പ്ലേ ഗ്രൗണ്ട് ആണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ സ്കിൽസ് പ്രാക്ടീസ് ചെയ്യുന്നൊരു പ്ലേ ഗ്രൗണ്ട് ആണ്. അതിന്റെ സ്പെഷ്യാലിറ്റി ആ പ്ലേ ഗ്രൗണ്ട് നിങ്ങൾക്ക് ഫെയിലിയർ ആവാം, നിങ്ങൾക്ക് തോറ്റു പോവാം, വീണ്ടും വരയ്ക്കാം, വീണ്ടും പ്രാക്ടീസ് ചെയ്യാം, വരച്ച പേജ് കീറിക്കളയാം, എല്ലാത്തിനും നിങ്ങൾക്ക് അനുവാദമുണ്ട്. ഇറ്റ്സ് നോട്ട് എ സ്റ്റേജ്. സ്റ്റേജിന്റെ സ്പെഷ്യാലിറ്റി എന്താ? സ്റ്റേജിൽ വന്ന് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഒരു പാട്ട് പാടുന്ന സമയത്ത് അത് പെർഫെക്റ്റ് ആയിരിക്കണം. പക്ഷേ അത് മുൻപ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തോ നമുക്ക് മാക്സിമം തെറ്റുകൾ വരുത്താം. അതാണ് പ്ലേ ഗ്രൗണ്ടും സ്റ്റേജും നമ്മൾ വ്യത്യാസം. സോ നിങ്ങളുടെ സ്കെച്ച് ബുക്കും നിങ്ങളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രോയിങ് ടൂൾസും എല്ലാം നിങ്ങളുടെ പ്ലേ ഗ്രൗണ്ട് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും മിസ്റ്റേക്ക് വരുത്താം. മിസ്റ്റേക്കിൽ നിന്നാണ് നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കുക. അതിനുശേഷം നിങ്ങൾ നല്ല ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത്, നിങ്ങളുടെ മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അതൊരു സ്റ്റേജ് ആയിട്ട് കൺസിഡർ ചെയ്യുക. സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ അത്രയും നാളും പഠിച്ച പ്രാക്ടീസ്, അത്രയും നാളും നമ്മുടെ സ്കിൽസ് ആ സ്റ്റേജിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റണം. സോ ഞാൻ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന എൻ്റെ ഡ്രോയിങ് ബുക്കുകളും എൻ്റെ ടൂൾസും ഞാൻ കൺസിഡർ ചെയ്യുന്നത് പ്ലേ ഗ്രൗണ്ട് ആയിട്ടാണ്. എനിക്ക് മിസ്റ്റേക്കുകൾ വരുത്താനും എനിക്ക് ഒരുപാട് നല്ല നല്ല ചിത്രങ്ങൾ വരയ്ക്കാനും എനിക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പിരിക്കുന്ന ഡ്രോയിങ് ടൂൾസും നിങ്ങളുടെ സ്കെച്ച് ബുക്സും നിങ്ങൾക്ക് എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ.